കിരീടം സ്പെയിനിന്. ആവേശം നിറഞ്ഞ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ഒറ്റ ഗോളിൽ വീഴ്ത്തിയാണ് സ്പെയിൻ രണ്ടാം ലോക കിരീടം ഉയർത്തിയത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഗോൾ രഹിതമായപ്പോൾ എക്സ്ട്രാ ടൈമിൽ ഫെറാൻ ടോറസ് നേടിയ ഗോളാണ് വിജയികളെ നിർണയിച്ചത്. 2010 ആദ്യ കിരീട നേട്ടത്തിനു ശേഷം സ്പെയിനിന്റെ രണ്ടാം നേട്ടമാണിത്. ലോകകപ്പ് കിരീടം നിലനിർത്താമെന്ന അർജന്റീനയുടെ മോഹം നടന്നില്ല. മത്സരത്തിൽ അർജന്റീന തീർത്തും നിറമങ്ങിയ പ്രകടനമായിരുന്നു. ആഘോഷ ഫൈനൽ കണക്കിലെടുത്ത സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധിയാണ്. കേരള, കാലിക്കറ്റ് സർവകലാശാലകൾ ഇന്ന് നിശ്ചയിച്ച പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന KTU പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം നടത്തും. മറ്റ് സർവകലാശാലകളിലെ പരീക്ഷകളിൽ മാറ്റമില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധി പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ ബാലവേലയ്ക്ക് എത്തിച്ച 9 കുട്ടികളെ രക്ഷപ്പെടുത്തി. ബീഹാറിൽ നിന്നെത്തിയ 9 ആൺകുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. കുട്ടികളെ കൊണ്ടുവന്ന 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാർ സ്വദേശിയായ ഡബ്ലു നാട്ട്, സുനിൽ മോണ്ടൽ എന്നിവരാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് ജോലിക്ക് എത്തിച്ചതായിരുന്നു കുട്ടികളെ എന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകി. മണിക്കൂറിൽ 50 രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്താണ് കുട്ടികളെ എത്തിച്ചത്. അതേസമയം കുട്ടികളെ എത്തിക്കാൻ ആവശ്യപ്പെട്ട മലയാളി ഏജന്റിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഉപാധികൾ മുന്നോട്ട് വെച്ച് സോനം വാങ്ചുക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് MPമാരും വിവിധ പാർട്ടി നേതാക്കളും ഉറപ്പു നൽകുകയോ ചെയ്താൽ സമരം ജൂലൈ 20 തന്നെ അവസാനിപ്പിക്കുമെന്ന് സോനം വാങ്ചുക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു. താൻ ആശുപത്രിയിൽ നിയമവിരുദ്ധമായ തടങ്കലിൽ കഴിയുകയാണെന്നും തന്റെ സഞ്ചാര സ്വാതന്ത്ര്യവും പ്രസംഗ സ്വാതന്ത്ര്യവും എല്ലാവിധ ആശയവിനിമയങ്ങളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണെന്നും സോനം വാങ്ചുക് പറഞ്ഞു. VSന്റെ ഓർമ്മക്കുറിപ്പുമായുള്ള ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറങ്ങി. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന തലക്കെട്ടോടെയാണ് ഓർമ്മക്കുറിപ്പ്. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം ഇന്നിറങ്ങിയ പതിപ്പിലില്ല. KV സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ വാരാന്ത പതിപ്പിലുണ്ട്. 1ാം പേജിലും അവസാന പേജിലുമാണ് ഓർമ്മക്കുറിപ്പുകൾ ഉള്ളത്. ഇന്നലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വാരാന്ത പതിപ്പ് പുറത്തിറക്കിയിരുന്നില്ല. കള്ളൻ വിജയൻ എന്ന നാടക പ്രവർത്തകനെ കുറിച്ചുള്ള ലേഖനം വാരാന്ത പതിപ്പിൽ ഉണ്ടായിരുന്നതാണ് പ്രശ്നത്തിന് കാരണം. നീറ്റ് പുനഃപരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വൻ വിവാദം. തങ്ങൾ സ്വയം വിലയിരുത്തിയ മാർക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ഫലവും തമ്മിൽ വൻ വ്യത്യാസമുണ്ടെന്ന് ആരോപിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തുന്നത്. പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും വ്യാജമോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ OMR ഷീറ്റുകൾ സമർപ്പിച്ച് പരാതി നൽകുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും NTA മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക ആൻസർ കീ പ്രകാരം കണക്ക് കൂട്ടിയ മാർക്കും ഫൈനൽ റിപ്പോർട്ട് കാർഡിലെ മാർക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് വിദ്യാർത്ഥികൾ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ നിന്ന് നർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 14ാം വാർഡിലായിരുന്നു മോഷണം. ആശുപത്രി അധികൃതർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. മോഷ്ടിച്ച മരുന്നുകളുടെ അളവ് ലഭ്യമായിട്ടില്ല. വാർഡിൽ നഴ്സുമാർ മരുന്ന് വിതരണം ചെയ്യുന്നതിനിടെയാണ് മോഷണം. ഫാർമസിയിൽ നിന്ന് എത്തിച്ച മരുന്നുകളാണ് കവർന്നത്. ഉറക്കഗുളികളും വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കഴിക്കുന്ന മരുന്നുകളും ഉൾപ്പെടെയാണ് നഷ്ടമായിരിക്കുന്നത്. ഡബിൾ ലോക്കറിൽ വയ്ക്കേണ്ട അതീവ സുരക്ഷയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് മോഷണം പോയതെന്നാണ് വിവരം. ആശുപത്രി സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യ വകുപ്പും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാക്കനാട് ബോർസ്റ്റൽ സ്കൂളിൽ നിന്ന് തടവ് ചാടിയ 2 റിമാൻഡ് പ്രതികളെ മണിക്കൂറുകൾക്കകം ജയിൽ അധികൃതർ പിടികൂടി. അടിപിടി, കത്തിക്കുത്ത് കേസ് പ്രതിയായ മുഹമ്മദ് ഫസൽ, കഞ്ചാവ് കേസ് പ്രതിയായ സ്റ്റേജിൻ എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 തടവുകാരെ ജോലി ആവശ്യങ്ങൾക്കായി പുറത്തിറക്കിയ സമയത്ത് ജയിലിലെ പവർ സപ്ലൈ വിച്ഛേദിച്ച് CCTV പ്രവർത്തനരഹിതമാക്കിയ ശേഷം ഇരുവരും മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ കയറിപ്പോയ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ആലുവ ഭാഗത്തേക്ക് കടന്നതായി ജയിൽ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുന്നത്. തുടർന്ന് എറണാകുളം, സമീപ ജില്ലകളിൽ നിന്നുള്ള ജയിൽ ജീവനക്കാരെ ഏകോപിപ്പിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിൽ രാത്രി 8:30 ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഫസലിനെയും തൊട്ടു പിന്നാലെ സമീപ പ്രദേശത്ത് നിന്ന് സ്റ്റേജിനെയും കണ്ടെത്തിയിരുന്നു. ഗവൺമെന്റ് പ്ലീഡർ വിവാദത്തിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയുമായി ഇന്നോ നാളെയോ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകിയിരുന്നു. നേരത്തെ പരാതിപ്പെടാൻ എത്തിയിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ലായിരുന്നു KSUവിന്റെ പ്രധാന പരാതി. കൊച്ചിയിലെ SH കോളേജിൽ നടന്ന പരിപാടിക്കിടെ അലോഷ്യസ് സേവ്യറെ കണ്ടിട്ടും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ പോയത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് തൃത്താലയിൽ 2 സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി.
രണ്ട് സ്കൂളുകളിലെയും വെവ്വേറെ സംഭവങ്ങളാണ്. കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യ സംഭവം ഉണ്ടായത്. +1 വിദ്യാർത്ഥികളും 9ാം ക്ലാസ് വിദ്യാർത്ഥികളും ചേർന്ന സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചും പുറത്തും വെച്ചും 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി. ഈ സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈക്ക് പരിക്കേറ്റു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ തൃത്താല പോലീസ് കേസെടുത്തു. കല്ലടത്തൂർ ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടായത്. നിലവിലെ +2 വിദ്യാർത്ഥികളും പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളും തമ്മിലായിരുന്നു അടിപിടി. വെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്.